മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് അടികളെ കുടുംബമായിട്ട് സാക്ഷ്യത്തിനെ നിർത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. 2022 ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് ഉപവാസ പ്രാർത്ഥന വൈകിട്ട് ദൈവത്തിൻ്റെ ദാസൻ നമ്മളെ വിളിക്കുന്നത്. തലമുറ വിഷയത്തിന് വേണ്ടി നിങ്ങൾ എന്തായാലും വരണം, വന്നേ പറ്റുള്ളൂ എന്ന് നിർബന്ധപൂർവ്വം ഞങ്ങളെ വിളിച്ചായിരുന്നു. അതിന് പ്രകാരമാണ് ഞങ്ങളിവിടെ കടന്നു വന്നത്. ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് പറയുന്നത് ഇതിന് ശേഷം ഒരു മുഴുരാത്രി പ്രാർത്ഥന ഉണ്ടെന്ന്. മുഴുരാത്രി പ്രാർത്ഥന എന്തെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ വന്നതിൻ്റെ പേരിലാണ് ഇരുന്നത്. മുഴുരാത്രി പ്രാർത്ഥന കടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നു. പ്രാർത്ഥനയുടെ യാമത്ത് 12 മണിക്ക് ശേഷം പ്രാർത്ഥിച്ചു. വളരെ ശക്തമായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഓരോ വിശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. 2023 ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദത്ത വചനമാണ്, ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. 2 പേർക്കും ഒരുപോലെ തന്നെയാണ്. അതും കുഞ്ഞിൻ്റെ പടത്തോട് കൂടി തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് തന്നത് വാഗ്ദത്ത വചനം. കുടുംബജീവിതത്തിൽ നിന്നൊക്കെ ഒരുപാട് നിന്നലും പരിഹാസങ്ങളൊക്കെ ഉണ്ടായി. ദൈവം എൻ്റെ മതിയൊക്കെ മാനിച്ചു. 2023 മുഴുരാത്രി പ്രാർത്ഥന കഴിഞ്ഞ് അതിനുശേഷം ഒരു ചങ്ങല പ്രാർത്ഥന ഇവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ദാസൻ്റെ മകളായ സാന്തനെയും ഒരുപോലെ പ്രവചിച്ച് പറഞ്ഞു, 2023 ഒക്ടോബർ മാസം നിങ്ങൾക്ക് തലമുറ തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞങ്ങൾ കേട്ടു. അത് പക്ഷേ നമ്മൾ അങ്ങനെ സത്യം പറഞ്ഞാൽ അത് കേട്ടു മറന്നുപോയി. കാരണം ഒരുപാട് വാഗ്ദത്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അത് ഓർത്ത് വെച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടാതെ ഇരുന്ന ഒരു ഭവനം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഭവനത്തിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. കാരണം വീട്ടിൽ പെയിൻ്റ് അടിക്കാറുണ്ട്, മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്, അങ്ങനെ ഓരോ കാര്യത്തിനും ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ദേവദാസം ഒരുപാട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് താക്കോൽ കൂട്ടം തരാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. താക്കോൽ കൂട്ടം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ആ ഭവനത്തിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. 2024 ഫെബ്രുവരി മാസം, ജനുവരി മാസം അവസാനമാണ് ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ സത്യമായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു, കർത്താവ് എന്തിനാണ് ടെസ്റ്റ് ചെയ്യണത്? ഞങ്ങളിത് കേട്ടത് സത്യം പറഞ്ഞാൽ മറന്നുപോയായിരുന്നു. ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് തലമുറ കിട്ടുമെന്നുള്ളത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. പിന്നെ അവസാനം വീട്ടിൽ വെച്ച് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എടുത്ത് വാങ്ങിച്ചു, ചെയ്തു. 2 ലൈൻ തന്നെ കാണിച്ചു. അപ്പം തന്നെ ദേവദാസിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ ധൈര്യത്തോടെ പോയി ചെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഡോക്ടർക്ക് വരെ അതിശയമായിരുന്നു, നിങ്ങൾ 4 മാസം വരെ നിങ്ങൾ അറിയാതെ ഇരുന്നാലോ എന്ന്. വലിയൊരു അതിശയം തന്നെയായിരുന്നു. ചെയ്യാത്ത ജോലികളൊന്നുമില്ലായിരുന്നു. എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. വീട് മാറുന്നവർക്ക് അറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. നമ്മൾ 2 പേർ മാത്രം തന്നെയായിരുന്നു അത് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ ഓരോ മാസങ്ങളും കടന്നുപോയി. അപ്പം തന്ന ഭവനത്തിൽ വെച്ച് തന്നെയാണ്, അപ്പം മകന് വേണ്ടി തന്നെയാണ് ആ ഭവനം ഒരുക്കിയത്. എല്ലാ കാര്യത്തിലും കൂടെ നിന്നു. ജീവിത പങ്കാളി എന്നെയാണ് പ്രഗ്നൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ജീവിത പങ്കാളി എന്നെയായിരുന്നു നോക്കിയത്. ജൂലൈ മാസത്തിൽ 16-ാം തീയതിയാണ് പ്രസവവേദന പറഞ്ഞത്. രാത്രി വന്നു, പക്ഷെ അറിയത്തില്ലായിരുന്നു അത് വേദന തന്നെയാണോ അല്ലേന്നും അറിയത്തില്ലായിരുന്നു. രാവിലെ വരെ കാത്തു. രാവിലെ ആയപ്പം വാട്ടർ ബ്രേക്കായി. അത് തുറന്നാണ് ഹോസ്പിറ്റലിൽ പോയത്. അഡ്മിറ്റ് ചെയ്തു. 2 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രസവവേദന. ദൈവം അനുഗ്രഹപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ തന്നെയാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ ഒരു ആശുപത്രിയിലും പോയി ഇറങ്ങേണ്ട വന്നിട്ടില്ല. തലമുറയില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഒരു ആശുപത്രിയിലും പോയി ഇറങ്ങേണ്ട വന്നിട്ടില്ല. PCODയുടെ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ തലമുറ തന്ന ദൈവം തന്നെയാണ് തന്നത് ഞങ്ങൾക്ക്. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്. വാക്ക് മാറാത്ത സ്വർഗ്ഗീയ പിതാവാണ്. ഇന്നും കർത്താവ് ജീവിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ പറഞ്ഞത്. ദൈവം തന്നു, ദൈവത്തിന് കൊടുക്കുന്നു. ഞങ്ങളുടെ സാക്ഷ്യത്തിൽ നിർത്തുന്നു.